സ്ഥിതി ചെയ്യുന്ന ഓരോ സ്ഥലവും ദൈവം തെരഞ്ഞെടുത്ത സ്ഥലം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ പറ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഹൃദയം കൊണ്ട് നന്നായിട്ട് അംഗീകരിച്ച് ഒന്ന് നമ്മൾ ആ സ്ഥലത്തെ റെസ്പെക്ട് ചെയ്യണം. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അത് വൃത്തിയായി സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് അവിടെ പോകണം. പ്രത്യേകിച്ച് ഞാൻ പങ്കെടുക്കാൻ കടപ്പെട്ടിരിക്കുന്ന സൺഡേ മാസ് അല്ലെങ്കിൽ പൊതുവായുള്ള സഭാ സമൂഹം സമ്മേളിക്കുന്ന ദിവസത്തിൽ ഞാനും എൻ്റെ മക്കളും അവിടെ ഉണ്ടാകണം. ഞാനിത് നിങ്ങളോട് പറയണത്, ഇത് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാതിരിക്കാൻ സാത്താൻ കൗശലപൂർവ്വം പ്രവർത്തിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ നിൽക്കുന്ന അച്ഛൻ നമുക്ക് ബ്ലെസ് ചെയ്യുന്ന സമാധാനങ്ങളും നമുക്ക് തരുന്ന കൃപകളും അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലും എല്ലാം സാത്താൻ പ്രവർത്തിച്ചിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നമുക്ക് വേണ്ടി ദൈവമാണത് ഒരുക്കിയിരിക്കുന്നത് ചിന്തിക്കണം. അവിടെ വന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തിന് മുമ്പിലും ഹൃദയഭാരം ഇറക്കി വെക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കും. അപ്പം നമ്മുടെ ജീവിതം ആശ്വസിപ്പിക്കാൻ ദൈവം ഒരുക്കിയ സ്ഥലമാണ് നമ്മുടെ ഇടവ പള്ളി, നമ്മുടെ അടുത്തുള്ള പള്ളി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പള്ളിക്ക് നിങ്ങൾ കൊടുത്തെനിക്ക് നഷ്ടമാണെന്ന് വിചാരിക്കരുത്. ഈശോയുടെ മുമ്പിൽ നാർദിയും സുഗന്ധ തൈലം ഒഴിച്ച സമയത്ത് ഒരാൾ അവിടെ നിന്ന് മുറുമുറുത്ത്, ഇത് വിറ്റാൽ 300 ദിനാറയ്ക്കധികം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കായിരുന്നു. ഈ പള്ളിക്ക് വേണ്ടി ഇത്രയും കോടികൾ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയാൾ ആ UK പോയിട്ട് പൈസ ഇല്ലാതെ പള്ളിക്കാണ് അവിടെ കൊടുത്തത്. ഈശോയ്ക്ക് അല്പം ചെറിയ ദേഷ്യം വന്ന് കാണാമായിരിക്കും. ഈശോ നോക്കി ആ മുറുമുറുത്ത ആളെ നേരം നോക്കിയിട്ട് പറഞ്ഞു, അതെ എന്നെ ശവത്തിൽ ഒഴിച്ചായിട്ട് കണക്കാക്കിക്കൊള്ളാം. അത്രയും കടുപ്പിച്ച് പറയേണ്ടി വന്നു. ഈശോയാണ് പറഞ്ഞത്. ഈശോയ്ക്ക് വേണ്ടി വിലയേറിയ നാർദീൻ സൈൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. വിലയേറിയ കാര്യം ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുന്ന തെറ്റുള്ള കാര്യമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. വിലയേറിയ കാര്യം അത് കുറേ ആളുകളുടെ മനസ്സിൽ സാത്താൻ ചില പീഡ വെച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട പീഡയാണ് കർത്താവിനുള്ളത് എങ്ങനെയെങ്കിലും വല്ല പിച്ച പേപ്പറിലൊക്കെ ശരിയാക്കിയാൽ മതി, കർത്താവിനുള്ളത് അങ്ങനെയൊന്നല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. ബലി അർപ്പിക്കാനുള്ള സ്ഥലവും ദൈവത്തിൻ്റെ വാസസ്ഥാനമായ ദൈവത്തിൻ്റെ ആലയവും നാം നല്ല വിധത്തിൽ വൃത്തിയായും ഭംഗിയായും നമ്മൾ ക്രമീകരിക്കണം. ഫ്രീക്വൻ്റായി വിസിറ്റ് ചെയ്യണം. അവിടെ നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കെടുക്കേണ്ട പ്രാർത്ഥനകളിൽ നമ്മൾ അവിടെ ചെന്ന് ചേരണം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. വീണ്ടും ഞാൻ വേറൊരു പള്ളി ചെന്ന് കണ്ട് അവനാണ് സമയമായി അവനോട് ഇറങ്ങി പോവുക. അത് നല്ല രീതിയല്ല. അത് ഒരു പ്രത്യേക തരത്തിലുള്ള ഡിസ്റെസ്പെക്റ്റ് ആണ്. ഇപ്പൊ ഒരു ബിഷപ്പ് ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ പ്രസിഡന്റ് ഇരിക്കുന്ന സമയത്ത് ഇറങ്ങി പോകുന്നത് നല്ലതല്ല. അതുപോലെ ലിറ്റർജിക്കൽ കമ്മ്യൂണിറ്റി ദേവാലയത്തിന്റെ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, അത് കർത്താവാണ്. ആ ലിറ്റർജിക്കൽ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് കർത്താവാണ്. കർത്താവ് അവിടെയുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് മൊബൈൽ ഫോൺ വിളിക്കുക, മൊബൈൽ ഫോൺ SMS അയക്കുക, യുവാക്കന്മാരെ യുവതികളെ നല്ലതല്ല. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ യുവാക്കന്മാർ യുവതികൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇന്നിങ്ങനെ ഇരിക്കും, നാളെ ഉണ്ടല്ലോ ലെബനോൻ ഒരു വനമായി പരിഗണിക്കപ്പെടാനും അത് ഒരു ഫലപുഷ്ടിയുള്ള വയലായി തീരാനും അല്പനേരം മാത്രം പോരെ. ദൈവത്തിന് വിശ്വസിച്ചാൽ എന്താ ഒന്നും മനസ്സിലാകാത്ത കാലം സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ആർക്കാ കൂടുതൽ വരുന്നത്? കർത്താവിന്റെ തോട്ടം പോലുള്ള ആളുകളുണ്ട്. എല്ലാത്തിലും ദൈവം അനുഗ്രഹിച്ചവര്. ലൂസിഫർ അങ്ങനത്തെ കൊടുത്തുകൊണ്ടെന്നായിരുന്നു. മാലാഖമാരുടെ ഇടയിൽ ലൂസിഫറാണ് ഏറ്റവും അനുഗ്രഹം കൊടുത്തത്. അതാണ് ഏറ്റവും അധികം നിഷേധിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ കഴിവ്, ബുദ്ധി, ആരോഗ്യ, സൗന്ദര്യം. ഈ പോർണോഗ്രഫിക്ക് പോണത് ആരാന്ന് വിചാരിക്കണത്? പണ്ട് പിടിച്ച് ക്യാൻസർ പിടിച്ച് രോഗം പിടിച്ച് കണ്ടാണ് പോണത്. യാതൊരു കേടുമില്ലാത്തവങ്ങളും കണ്ടാൽ മെനയുള്ളവങ്ങളൊക്കെ ആയിരിക്കും പോണത്. എന്തായാലും ശരി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരങ്ങും ചൊറിയും പുറ്റും ഒക്കെ വരട്ടെ. അപ്പൊ ഇവരെ മനസ്സിലാവും. കർത്താവിന്റെ തോട്ടം പോലുള്ളവരാണ് കൂടുതൽ കർത്താവിനെ നിഷേധിക്കുന്നത്. കർത്താവിന്റെ തോട്ടം പോലുള്ളവർ. നമ്മളിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് നടക്കുമ്പോൾ കർത്താവിന്റെ തോട്ടം പോലെ ആക്കിയത് കൊണ്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഭ പഠിപ്പിക്കുകയാണ്, നീ എന്ത് ചെയ്യണം? നീ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പ്രാർത്ഥനകൾ പൂർത്തിയാക്കണം. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളാണെങ്കിൽ പോയി അപ്പനും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പനും അമ്മയ്ക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നീ പൂർത്തിയാക്കണം. സമൂഹത്തെ പിരിച്ചുവിടുന്നത് വരെ നീ പുറത്തു പോകരുത്.
ചിലപ്പോൾ അച്ഛന് ഷുഗർ കൂടിയ അച്ഛനോ പ്രഷർ കൂടിയ അച്ഛനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അറിയിപ്പൊക്കെ ചിലപ്പോൾ 5 മിനിറ്റ് നീണ്ടുപോയെന്ന് വരും. സാരമില്ല, നമ്മൾ അവരോട് ക്ഷമിച്ചാലേ നമ്മൾ നമ്മുടെ അപ്പൻ്റെ സ്ഥാനത്തുള്ളവരോട് ഇച്ചിരി കാരുണ്യം കാണിക്കുക. ആ അറിയിപ്പിൻ്റെ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇച്ചിരി കാരുണ്യം കാണിച്ചാൽ നമ്മുടെ വലിയ പാപങ്ങൾക്ക് അത് പരിഹാരമായി ഭവിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മുടെ അപ്പൻ്റെ സ്ഥാനത്തുള്ള ഇച്ചിരി സ്നേഹിച്ചങ്ങോട്ട് റെസ്പെക്ട് ചെയ്താൽ ഒന്ന് വിധേയപ്പെട്ട് അവിടെ നിൽക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ എല്ലാ കാലത്തും അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പള്ളിയിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു ഉടനെ തിരിച്ചു വന്നിട്ട് വേഗം ഫേസ്ബുക്കിൽ ഇട്ട്. ഞാൻ ഓർക്കുന്ന ഒരു കുട്ടി ഇട്ടത്, ഒരു കുട്ടിയാണ് ചിലപ്പോൾ, അതായത് ആ അച്ഛൻ മുറിയിൽ ഡ്രസ്സ് മാറുകയാണ്, അപ്പൊ മൊബൈൽ ഫോണിലത് എടുത്തു. ഹാഫ് എന്ന് പറഞ്ഞാൽ മുണ്ടുണ്ട്, ഷർട്ട്, ഫേസ്ബുക്കില്. അച്ഛൻ വലിയ വേദനയായി. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഫേസ്ബുക്ക് ഉണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. അതൊന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോയി, പള്ളിയിൽ ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കരുത്. അത് നമ്മുടെ അപ്പന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുടെ കുറവ് നമ്മളെടുത്ത് നമ്മൾ പബ്ലിസിറ്റി കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണ്ടല്ലോ. ഹലോ, നിങ്ങൾ ഇമെയിലൊക്കെ എഴുതുന്ന കൂട്ടത്തിൽ പെട്ടതാണോ? ഇമെയിലും ഫേസ്ബുക്കൊക്കെ സഹോദരന്മാരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 18 മുതൽ 23 വരെ വാക്യങ്ങൾ. പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫത്ത് എന്നിവരായിരുന്നു. ഹാമായിരുന്നു കാനാന്റെ പിതാവ്. നോഹയുടെ 3 പുത്രന്മാർ. ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞത്. നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അവനൊരു മുന്തിരിത്തോട്ടം വെച്ച് പിടിപ്പിച്ചു. വീഞ്ഞു കുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ കിടന്നു. അവൻ നഗ്നനായിട്ടാണ് കിടന്നത്. കാനാന്റെ പിതാവായ ഹാം തന്റെ പിതാവിന്റെ നഗ്നത കണ്ടു. ഉടനെ അവന് സന്തോഷമായി. അവൻ ഓടിച്ചെന്ന് എല്ലാവരോടും ഹലോ ബാ, സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അപ്പന്റെ നഗ്നത കാണിക്കാൻ വേണ്ടി ബാക്കിയുള്ള എല്ലാവരും വിളിച്ചോണ്ട് വരിക. നമ്മൾ ചാനലുകാരെ വിളിച്ചോണ്ട് വരണമല്ലേ, അല്ലെങ്കിൽ ഇത് ഫേസ്ബുക്കിലെടുത്ത് കിട്ടുന്ന മാതിരി ഈ ഹാം എന്ത് ചെയ്തു? അപ്പൻ ഇങ്ങനെ കുടിച്ച് മത്തനായി തുണിയില്ലാതെ കിടക്കുന്ന കാര്യം മറ്റു മക്കളോട് പോയി പറയുക. അവര് തിരിച്ചറിവുള്ളവരായിരുന്നു, ആത്മീയ പരിജ്ഞാനമുള്ളവരായിരുന്നു. അവരെന്ത് ചെയ്യുന്നറിയോ? അവര് നോക്കാൻ പോയില്ല. അവര് വേഗം പോയി തുണി എടുത്തു. എന്നിട്ട് പുറകോട്ട് നടന്നു ചെന്നു. എന്നിട്ട് തുണി ഉറച്ചു കയറി നഗ്നത മറച്ച്. 2 തരത്തിലുള്ള സ്വഭാവം നമുക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം. ഒന്ന്, ആദ്യത്തെ പുത്രനെ പോലുള്ളത്. എല്ലാ ബലഹീനത, എല്ലാ വീക്ക്നെസ്സും എല്ലാവരും അറിയിച്ച് അങ്ങനെ ഒരു എന്താ പറയണത്, ഒരു ഗുരുത്വം ഇല്ലാത്ത ഒരു രീതി. മറ്റൊരു രീതി, അപ്പനെ അപ്പന്റെ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ടുള്ള രീതിയാണ്. അമ്മയെ അമ്മയുടെ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ദേവാലയത്തിലെ ആളുകളൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതിനെ റെസ്പെക്ട് ചെയ്യുന്ന സഹോദരങ്ങളെ, കർത്താവിന്റെ വിശുദ്ധ സ്ഥലത്ത് നമ്മൾ അതങ്ങനെ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അവരോട് കാണിക്കുന്ന സ്നേഹവും അവരോട് കാണിക്കുന്ന ആദരവും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നിത്യ മുതൽക്കൂട്ടായിരിക്കും. അവർക്ക് പറയാം ഹല്ലേലൂയ. പറഞ്ഞാൽ ദൈവം നമുക്ക് സമൃദ്ധി തരുമ്പോൾ, ആ സമൃദ്ധിയുടെ നടുവിൽ എല്ലാറ്റിലും തികഞ്ഞ സമൃദ്ധി ഉണ്ടാകുമ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാനും ആരാധിക്കാനുള്ള സമയമാണ്. അതിന് പകരം സാത്താൻ ഒരു പ്രേരണ തരും. നിഷേധിക്കുക, മത്സരിക്കുക, വിട്ടുപോകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ദേവാലയ കർമ്മങ്ങൾക്ക് താല്പര്യമില്ല, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ല, പള്ളിയിൽ ചടങ്ങിന് വേണ്ടി പോകും. എന്നിട്ട് അവനവൻ്റെ കാര്യങ്ങൾക്ക് വ്യഗ്രത പെടുത്തും. എപ്പോഴും എൻജോയ്മെൻറ്റും അവനവൻ്റെ കാര്യങ്ങൾക്ക് വ്യഗ്രതയും. നിങ്ങൾ വസിക്കുന്ന ഈ ദേശത്ത് അടിസ്ഥാനപരമായൊരു തിന്മയുണ്ട്. ദേവാലയത്തോടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു ട്രെൻഡ് ഇവിടെയുള്ള ജനങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഇടയിലേക്കാണ് കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് മറിച്ചൊരു ട്രെൻഡ് ഈ ജനത്തിലേക്ക് വ്യാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ദേവാലയത്തെ സ്നേഹിക്കുന്നൊരു ജനം, ദേവാലയ കർമ്മങ്ങൾക്ക് വില കൽപ്പിക്കുന്നൊരു ജനം ഇവിടെ നട്ടുവളർത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഈ ക്രിസ്മസ് കാലഘട്ടം അടുത്തു വരുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ഇരുമ്പ് മുഖം വെക്കപ്പെട്ടതുപോലെയാണെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇത് ഈ നൈൽ എൻ്റേതാണ്, ഇത് ഞാനുണ്ടാക്കിയതാണ് എന്ന് അഹങ്കരിച്ച് കർത്താവിൻ്റെ തോട്ടത്തിന് പോലെ ആയിരുന്ന സോദോം ഗൊമോറക്കാർ ദൈവത്തോട് മത്സരിച്ചതുപോലെ ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പോകുന്ന അവസ്ഥയാണോ?
ദൈവം പറയാണ്, ഞാൻ നിന്റെ എതിരാളിയായി മാറുമെന്ന് മാത്രമല്ല, അട്ടർ വേസ്റ്റായി നീ ഇന്നല്ലെങ്കിൽ നാളെ രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിഷേധിക്കുന്നത് കഴിവില്ലാത്തവരും ബുദ്ധിയില്ലാത്തവരും ജോലിയില്ലാത്തവരാണെന്ന് ചിന്തിക്കരുത്. കഴിവ്, ബുദ്ധി, ജോലി എല്ലാത്തിലും നിറവുള്ള സമയത്താണ് നിഷേധിക്കാൻ തോന്നിക്കുക. ലൂസിഫർ എല്ലാത്തിലും നിറവുള്ള സമയം ഉണ്ടായിരുന്നു. ടോപ്പ് അവന് തോന്നി, ദൈവത്തോട് മത്സരിക്കാൻ തോന്നി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു അന്തരീക്ഷം നമ്മളെ പീഡിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ദേശത്ത് ദൈവം നമ്മളെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എങ്ങനെയാണ്? അതായത് നമ്മുടെ ഹൃദയം കൊണ്ട് എൻ്റെ ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും അനുഗ്രഹത്തിനും ഒരു ആശ്വാസം ഉണ്ടാകുന്നതിനും സൗഖ്യം ഉണ്ടാകുന്നതിനും വേണ്ടി ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തിൽ തന്നിട്ടുള്ള പല വഴികളുണ്ട്. അതിലൊന്നാണ് ദേവാലയവും ദേവാലയ കർമ്മങ്ങളും. ലോക ജീവിതത്തിന് സമൃദ്ധി, ബുദ്ധിയുടെ ആധിക്യത്തിൽ അല്ലെങ്കിൽ ദൈവം തന്നിട്ടുള്ള കഴിവുകളുടെ ആ ഒരു നിറവിൽ ദൈവത്തെ ധിക്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. കൈകൾ കൂപ്പി പിടിക്കാം. ഇന്ന് ദൈവം തൊട്ട് വിളിക്കുകയാണ്. ബാബേൽ ഗോപുരം പണിത മക്കളെ ഓർക്കണം. കഴിവില്ലാത്തവരും എണ്ണം കെട്ടവരും അല്ല ബാബേൽ ഗോപുരം പണിയാൻ പോയത്. അതുപോലെ മികവുള്ളവരും കഴിവുള്ളവരും അനേക രാജ്യങ്ങളിൽ ദൈവത്തെ ഉപേക്ഷിച്ച് ജീവിക്കുകയാണ്. അതിൻ്റെ നടുവിൽ നിന്ന് ഇവിടെ നിൽക്കുന്നവരെ ദൈവം തൊട്ട് വിളിക്കുകയാണ്. മകനെ, ബാബേൽ ഗോപുരം പണിതവരുടെ കൂട്ടത്തിലേക്ക് നീ പോകരുത്. എല്ലാം തെരഞ്ഞപ്പോൾ ദൈവത്തോട് കോട് ചോദിക്കുന്ന, ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ജനത, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നീ പോകരുത്. നീ ചെയ്യേണ്ടത് തികഞ്ഞ ആഹ്ലാദത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യണം. ഞാനിവിടെ വന്നപ്പോൾ 2 ദിവസങ്ങൾ കണ്ട കാഴ്ച ഇതാണ്. പകലത് ഓടി നടന്ന് ജോലിയും പണവും കഴിവുള്ള ധാരാളം പേര് കർത്താവിന് വേണ്ടി വേല ചെയ്യാം. തികഞ്ഞ ആഹ്ലാദത്തോടെ, നിർബന്ധത്തിനോ നിയമത്തിനോ വഴങ്ങിയല്ല, എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചതല്ല, കർത്താവിനുള്ള സ്നേഹം കൊണ്ട് തികഞ്ഞ ആഹ്ലാദം അധ്വാനിക്കുക. അത് അഭിനന്ദനീയമായ ഒരു സംഗതിയാണ്. അതേപോലെ ഈ ദേശത്ത് അതിൻ്റെ അനുഗ്രഹമുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനാണ് മലയാളികളെ കർത്താവ് ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത്. ഓരോരുത്തരും ഈ കൃപ ഈ ദിവസങ്ങളിൽ കർത്താവ് തരും. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെ അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് വെച്ചിരിക്കുന്ന വഴികളിൽ ഒന്നാണത്. കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. മകനെ, നീ ഇന്ന് ബാബേൽ ഗോപുരം പണിത രീതിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? എങ്കിൽ നീ മനസ്സ് തിരിയുക. ദൈവം നിന്നെ തൊട്ട് വിളിക്കുന്നു. നമ്മളറിയാതെ തന്നെ നമ്മുടെ സ്വഭാവം ദൈവനിഷേധത്തിൻ്റെ സ്വഭാവമായി മാറും. നമ്മുടെ ഹൃദയം ദൈവത്തോട് മത്സരിക്കുന്ന ഹൃദയമാകും. ലൂസിഫറിന് സംഭവിച്ചതുപോലെ ഏറ്റവും നല്ല അവസ്ഥയിൽ നിന്ന് ഏറ്റവും മതപ്പതിച്ച അവസ്ഥയിലേക്ക് നീങ്ങാൻ അല്പനേരം മാത്രം മതി. ലെബനോൻ ഒരു വനമായി പരിഗണിക്കപ്പെടാനും ഫലപുഷ്ടമായൊരു വയലായി തീരാനും ഒരു ദേശത്തിൻ്റെ വ്യത്യാസം മതി. ഒരു ചിന്ത മാറിയാൽ മതി. നിഷേധത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ചിന്തയായി മാറും. എളിമയുടെയും ദൈവാനുഗ്രഹത്തിൻ്റെ ചിന്ത മാറാൻ അധികം നേരം വേണ്ട. നിങ്ങളോ അഹങ്കാരം കയറിയാൽ മതി. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനെ എളിമപ്പെടുത്തണം. 2 കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, ഞാൻ ഇപ്പോൾ നല്ല അവസ്ഥയിലാണെങ്കിലും എൻ്റെ ഒരു കാര്യം, എനിക്കൊരു കാര്യം അങ്ങയോട് പ്രാർത്ഥിക്കാനുണ്ട്. ഒരു അട്ടർ വേസ്റ്റായി മാറാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വഴികളെ നേരായ പാതയിലൂടെ നടത്തണമേ. എൻ്റെ കാര്യം മാത്രം, എൻ്റെ കുടുംബം നേരായ വഴിക്ക് നടത്തണം. എൻ്റെ ദേശത്ത് എനിക്ക് സാധിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എന്നെ അനുഗ്രഹിക്കണം. കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. അനേകം വ്യക്തികളെ ദൈവം പ്രത്യേക ഗിഫ്റ്റുകൾ കൊടുക്കുന്നതായി വെളിപ്പെടുന്നുണ്ട്. ഈ ക്രിസ്മസിന് ഒരുക്കമായ സമയത്ത് അനവധി അനുഗ്രഹങ്ങൾ കുടുംബങ്ങളിലേക്ക് കർത്താവ് വർഷിക്കുന്നത് കാണുന്നുണ്ട്. ഉറക്കെ സ്തുതിക്കാം. യേശുവേ, 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 അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കാൻ അനുഗ്രഹം നൽകണമേ. ശുദ്ധം ആരോപിക്കുന്നതും വഴി നയിക്കണമേ.
പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. 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 പരിശുദ്ധാത്മാവെ കൃപ നൽകണമേ, ജ്ഞാനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you.
എല്ലാവരും സ്തുതിക്കുന്നു, സ്വരമുയർത്തി സ്തുതിക്കുക. ഇരുകരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി വിശ്വാസ കണ്ണുകൾ ഉയർത്തി ഈ വിശ്വാസ വർഷത്തിൽ യേശുവിന്റെ നാമത്തെ അതരം തുറന്ന് സ്വരമുയർത്തി ദൈവജനമേ ഉറക്കെ വിളിക്കുക. യേശുവേ ചങ്കുയർത്തി വിളിക്കുക. ബന്ധനങ്ങൾ അഴിക്കുന്ന യേശു. കൈകൾ ഉയർത്തി